നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണെങ്കിൽ കൂടി ഇറാനും യു.എസും ഒരു മേശയുടെ രണ്ടറ്റങ്ങളിൽ സമാധാന ചർച്ചകൾക്കായി എത്തുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു ലോകം. 1979 ശേഷം യു.എസും ഇറാനും തമ്മിൽ ഇത്തരമൊരു ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നേരിട്ടുള്ള ഇടപെടൽ ഇതാദ്യമാണ്. എന്നാൽ 21 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു. ഇതോടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നടന്നത്. ഒന്ന്, ഇസ്ലാമാബാദിലെ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാന് ചൈന ആയുധങ്ങൾ നൽകുമെന്ന വിവരം പുറത്തുവന്നു. ഇതോടെ ചൈനയ്ക്കും ഇറാനുമെതിരെ കടുത്ത മുന്നറിയിപ്പുമായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. മയാമിയിലേക്ക് വൈറ്റ് ഹൗസിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ചൈന അങ്ങനെ ചെയ്താൽ ചൈനയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനും യു.എസും തമ്മിലുള്ള വെടിനിർത്തലിനിടെ ചൈന ഇറാനിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന യു.എസ്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലിന് പിന്നാലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക നികുതി ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. മൂന്നാം രാജ്യങ്ങളെ ഉപയോഗിച്ചാണ് ചൈന ഇറാനിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ യു.എസിലെ ചൈനീസ് എംബസി ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കെ ചൈന ഇറാനിലേക്ക് ആയുധങ്ങൾ അയക്കാൻ തയ്യാറെടുക്കുന്നു എന്നായിരുന്നു പുറത്തുവന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ചൈന അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല. അതുണ്ടായാൽ അവർ 50% താരിഫ് നേരിടേണ്ടി വരും. അതൊരു വൻ തുകയായിരിക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. അടുത്ത മാസം ചൈന സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ കടുത്ത പരാമർശം. ഇറാനിലേക്ക് ചൈന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അയക്കാൻ ഒരുങ്ങുന്നുവെന്ന് CNN ആണ് യു.എസ്. രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ച 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കെയാണ് ആയുധ കൈമാറ്റ വാർത്തകൾ പുറത്തുവരുന്നത്. ചൈനയ്ക്കെതിരെ ഭീഷണി മുഴക്കുന്നതിനിടയിലും ചൈനയ്ക്ക് ക്രൂഡ് ഓയിൽ വിൽക്കാൻ തയ്യാറാണെന്ന് ട്രംപ് അറിയിച്ചു. അമേരിക്കയിൽ നിന്നുള്ള എണ്ണയ്ക്ക് പുറമെ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയും നൽകാമെന്നാണ് വാഗ്ദാനം. ഈ വർഷം ആദ്യം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ യു.എസ്. പിടികൂടിയതിനെ തുടർന്ന് നിലവിൽ വെനസ്വേലയുടെ ഭരണം അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടത് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ചൈന ഇറാൻ ആയുധം നൽകുമെന്ന വിവരവും പുറത്തുവന്നത്. ഇസ്ലാമാബാദ് സമാധാന ചർച്ചകൾ പാളിയതോടെ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 2 ആഴ്ചത്തെ ദുർബലമായ വെടിനിർത്തൽ വീണ്ടും പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ശ്രമമാണിതെന്ന് റഷ്യ പറയുന്നു. ഇറാനും യു.എസും ഈ ചർച്ചകളിൽ പങ്കെടുത്തത് മുൻവിധികളോടെയാണ് എന്നായിരുന്നു വിദഗ്ധർ പറയുന്നത്. ചർച്ചയിൽ എന്ത് സംസാരിക്കണം എന്ന കാര്യത്തിൽ പങ്കെടുത്തവർക്ക് മുൻകൂട്ടി നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇരുകൂട്ടരും തങ്ങളുടെ സേഫ് ലൈൻ കടക്കാൻ തയ്യാറായതുമില്ല. ആദ്യഘട്ട സമാധാന ചർച്ചകൾ പാളിയതിന് പിന്നാലെയാണ് റഷ്യ മധ്യസ്ഥ ചർച്ചകൾക്കുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഇറാൻ അത്ര താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് വിവരം. അതേസമയം റഷ്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇക്കാര്യം പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് വിവരം. യു.എസ്. പിന്തുണയിൽ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പാകിസ്ഥാന് ചായ്വുകൾ ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം റഷ്യ യുക്തിസഹമായ മൂന്നാം കക്ഷിയാകാൻ താൽപ്പര്യപ്പെടുന്നുമുണ്ട്. ഇറാനുമായി റഷ്യ ഒരു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം നിലനിർത്തുന്ന രാജ്യമാണ്. പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇറാന് ഇല്ലാതിരുന്ന വിശ്വാസം റഷ്യയുടെ മേലുണ്ട്. പുടിന് ടെഹ്റാനിൽ കൂടുതൽ നേരിട്ടുള്ള സ്വാധീനം ചെലുത്താനും സാധിക്കും. അതേസമയം പാകിസ്ഥാൻ അമേരിക്കയുടെ പാവയായി പ്രവർത്തിക്കും എന്നൊരു മുൻകൂർ ധാരണ ഇറാന് ഉണ്ടായിരുന്നു. മധ്യസ്ഥത വഴി പുടിൻ പശ്ചിമേഷ്യയിലെ യു.എസ്. സ്വാധീനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. യു.എസിന്റെ ഹാർഡ്ബോൾ തന്ത്രങ്ങളാണ് സമാധാനത്തിനുള്ള പ്രാഥമിക തടസ്സമെന്നാണ് റഷ്യ പറയുന്നത്. ഇതേസമയം റഷ്യയുടെ വാഗ്ദാനം യു.എസ്. സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തിയ നീക്കങ്ങൾ എല്ലാം നിഷ്പ്രഭമാക്കിയത് റഷ്യയാണ്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കാനും യു.എസ്. നിർബന്ധിതമായിരുന്നു. ഇത് വലിയൊരു തിരിച്ചടിയായാണ് ട്രംപ് ഇപ്പോഴും കാണുന്നത്. സമാധാന ചർച്ചകൾ പാളിയതോടെ ഇറാൻ യു.എസ്. ബന്ധം വീണ്ടും ആശങ്ക ഉയർത്തുന്നു. ഏതായാലും മേഖല നിലവിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിലാണ്. ചർച്ചകൾ പാളിയതോടെ യു.എസ്. ഇറാനിയൻ തുറമുഖങ്ങളിലെ പ്രവർത്തനങ്ങളും ഉപരോധങ്ങളും ശക്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. 2026 ഏപ്രിൽ 22 വരെയാണ് വെടിനിർത്തലിന് സാധ്യതയുള്ളത്.
അതിനു മുൻപ് റഷ്യയുടെ മധ്യസ്ഥതയിൽ തീരുമാനമാക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം റഷ്യ ഇറാന് സഹായം നൽകുന്നുണ്ടെന്ന് അമേരിക്ക ആരോപിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിക്കും മുമ്പ് വരെ ഇസ്രയേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് കയറി അടിച്ചിരുന്നു ഇറാൻ. അന്നേ ഇസ്രയേൽ കണക്കുകൂട്ടി ഇറാന് സഹായം ലഭിക്കുന്നുണ്ടെന്ന്. സംശയം തോന്നിയത് റഷ്യയായിരുന്നു. അത് പക്ഷേ തെറ്റിയില്ല. ഇസ്രയേൽ കേന്ദ്രങ്ങളുടെ രഹസ്യം ഇറാന് കൈമാറിയത് റഷ്യയാണെന്ന സൂചനകൾ പുറത്തുവന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇറാന് കൈമാറിയെന്നാണ് വിവരങ്ങൾ. അല്ലെങ്കിൽ തന്നെ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാകാതെ കലിപ്പിലാണ് ഇസ്രയേൽ സൈന്യം. അതിൻ്റെ കൂടെ ഇറാന് തങ്ങളുടെ വിവരങ്ങൾ ചോർന്നു കിട്ടിയെന്ന റിപ്പോർട്ട് IDF-നെയും മൊസാദിനെയും ചൊടിപ്പിച്ചു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലയളവ് യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ എന്ന സൂചനയും പുറത്തുവരുന്നു. ആയുധങ്ങൾ സ്വരുക്കൂട്ടുന്നതിനും മിസൈൽ നിർമ്മാണവും തകൃതിയാക്കിയിട്ടുണ്ട് IRGC. ഇസ്രയേൽ ആ അപകടം മുന്നിൽ കണ്ടാണ് ട്രംപിനെ വിമർശിച്ചത്. 2 ആഴ്ചത്തേക്ക് കിട്ടുന്ന ഗ്യാപ്പ് ആയുധം സംഭരിക്കുന്നതിനും ശക്തരാകുന്നതിനും അവസരമാക്കും ഇറാൻ. റഷ്യയിൽ നിന്ന് വീണ്ടും ഡ്രോൺ സഹായം ഇറാന് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിശബ്ദ സാന്നിധ്യമായി ഇറാന് പിന്നിൽ റഷ്യയുണ്ടെന്ന് അമേരിക്കയും മുൻപ് സംശയം പ്രകടിപ്പിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങളുടെയും ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ ഊർജ്ജ നിലയങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറിയതായി യുക്രൈനിയൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ ഉപഗ്രഹങ്ങൾ വഴി മിഡിൽ ഈസ്റ്റിലെ 11 രാജ്യങ്ങളിലായി പടർന്നുകിടക്കുന്ന 46 സൈനിക കേന്ദ്രങ്ങൾ നിരീക്ഷിച്ചതായാണ് കണ്ടെത്തൽ. സൗദി അറേബ്യ, ഇസ്രയേൽ, ജോർദാൻ, UAE, കുവൈറ്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെയും എണ്ണപ്പാടങ്ങളുടെയും ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ റഷ്യ ഇറാന് നൽകിയിരുന്നു. റഷ്യൻ ഉപഗ്രഹങ്ങൾ നിരീക്ഷണം നടത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേന്ദ്രങ്ങളിൽ ഇറാൻ ഡ്രോൺ മിസൈലുകൾ ആക്രമണങ്ങൾ നടത്തിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മാർച്ച് 27-ന് സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഇത്തരമൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇസ്രയേലിലെ 55 അതീവ സുപ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളുടെ പട്ടിക റഷ്യ ഇറാന് നൽകിയതായാണ് സൂചന. ഹദേരയിലെ ഒറോട്ട് റാബിൻ പവർ സ്റ്റേഷൻ തകർക്കാൻ റഷ്യ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. ഇസ്രയേലിന്റെ വൈദ്യുതി ശൃംഖല ഒറ്റപ്പെട്ടതാണെന്നും ഏതാനും പ്രധാന നിലയങ്ങൾ തകർത്താൽ രാജ്യം മുഴുവൻ ദീർഘകാലം ഇരുട്ടിലാകുമെന്നും റഷ്യ ഇറാനെ ധരിപ്പിച്ചിട്ടുമുണ്ട്. സൈനിക സഹായത്തിനു പുറമെ സൈബർ മേഖലയിലും ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നു. റഷ്യൻ ഹാക്കർമാരും ഇറാന്റെ ഹണ്ടാല ഹാക്ക് പോലുള്ള ഗ്രൂപ്പുകളും ചേർന്ന് ഇസ്രയേലിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ടെലികോം ഊർജ്ജ കമ്പനികളെ ലക്ഷ്യമിടുന്നുണ്ട്. ഇസ്രയേലിലെ നിർണായക കേന്ദ്രങ്ങളുടെ കൺട്രോൾ സിസ്റ്റങ്ങളിലേക്ക് കടന്നുകയറാനുള്ള വിവരങ്ങൾ റഷ്യൻ ഹാക്കർമാർ ടെലഗ്രാം വഴി കൈമാറുന്നതായും റിപ്പോർട്ടിലുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിന് റഷ്യൻ ഉപഗ്രഹങ്ങൾ പിന്തുണ നൽകുന്നു. ആഗോളതലത്തിൽ എണ്ണവാതക നീക്കത്തിന്റെ 1/5 നടക്കുന്ന ഈ പാതയിലെ ശത്രുരാജ്യങ്ങളുടെ കപ്പലുകളെ കണ്ടെത്താൻ റഷ്യയാണ് സഹായിക്കുന്നത്. റഷ്യയും ഇറാനും തമ്മിൽ കഴിഞ്ഞ വർഷം ഒപ്പിട്ട തന്ത്രപരമായ പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവര കൈമാറ്റമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളോടെല്ലാം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ റഷ്യയ്ക്ക് ഡ്രോണുകൾ നൽകുന്നതിനുള്ള പ്രതികാരമായാണ് ഈ വിവരങ്ങൾ യുക്രൈൻ പുറത്തുവിട്ടതെന്ന് കരുതപ്പെടുന്നു. വിദേശ രാജ്യങ്ങളുടെ സഹായം തങ്ങളുടെ സൈനിക വിജയങ്ങളെ ബാധിക്കില്ലെന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് ഒലിവിയ വെയിൽസ് പ്രതികരിച്ചത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാന് പിന്നിൽ നിഴലായി എന്നും റഷ്യയുമുണ്ട്. റഷ്യ ശക്തമായി കൂടെ നിന്നത് തന്നെയാണ് ഇറാന് യുദ്ധത്തിൽ തന്ത്രപരമായ നേട്ടങ്ങൾ നേടാൻ സഹായിച്ചതെന്ന് റിപ്പോർട്ടുകൾ. ഗൾഫ് മേഖലയിലെയും ഇസ്രയേലിലെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കൃത്യമായി നൽകിയതും റഷ്യയാണ്. ആക്രമണത്തിന് മുമ്പും ശേഷവും റഷ്യൻ സാറ്റലൈറ്റുകൾ ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം കണ്ടു എന്ന് ഉറപ്പാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ കരാർ വഴിയാണ് ഇവ നടപ്പാക്കിയത്. ഇസ്രയേലും അമേരിക്കയും ആക്രമണം ആരംഭിക്കുമ്പോൾ തന്നെ അതുല്യമായ രഹസ്യ സഹായം റഷ്യ ഇറാന് നൽകിപ്പോന്നു. യുക്രൈനിൽ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുതുതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. റഷ്യൻ ഉപഗ്രഹങ്ങൾ യുദ്ധത്തിലുടനീളം ഇറാനു വേണ്ടി പ്രവർത്തിച്ചു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, എയർപോർട്ടുകൾ, എണ്ണപ്പാടങ്ങൾ എന്നിവയുടെ ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ റഷ്യ ഇറാന് കൈമാറി. 46 പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളുടെ വിശദമായ ചിത്രങ്ങൾ എടുത്ത് ഇറാനിന് കൈമാറിയതായാണ് റിപ്പോർട്ട്. മാർച്ച് 21 മുതൽ 31 വരെ മാത്രം 11 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ 24 സർവേകൾ പൂർത്തിയാക്കി. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചതിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ സൈറ്റുകൾ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യം വെച്ചു. ആക്രമണത്തിന് ശേഷം ഫലം വിലയിരുത്താൻ മറ്റൊരു റഷ്യൻ ഉപഗ്രഹം വീണ്ടും ഇതേ സ്ഥലത്ത് പാസ് ചെയ്തു.
സൗദിയിലെ ഹഫർ അൽ ബാത്തിൻ, റിയാദിലെ അൽ ഖർജ് എന്നിവയുടെ ഉദാഹരണ സഹിതമാണ് റിപ്പോർട്ട്. എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്ന ഭാഗങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ 5 തവണയാണ് സർവേ ചെയ്തത്. തുർക്കി, ജോർദാൻ, കുവൈറ്റ്, UAE, ഇസ്രയേൽ, ഖത്തർ, ഇറാഖ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളും ഡീഗോഗാഷ്യ നേവൽ ബേസും റഷ്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഷിപ്പിംഗ് റൂട്ടുകളും റഷ്യൻ ഉപഗ്രഹങ്ങൾ തുടർച്ചയായി സർവേ ചെയ്തു. ഇതെല്ലാം യുദ്ധത്തിൽ തന്ത്രപ്രധാന ആക്രമണത്തിന് ഇറാന് വഴിയൊരുക്കുന്നവയായിരുന്നു. സൈബർ മേഖലയിലും ഹാക്കർമാർ വഴി റഷ്യ ഇറാനെ സഹായിച്ചിട്ടുണ്ട്. 2025 ജനുവരിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പുവെച്ച കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ട്രീറ്റിയിലെ ആർട്ടിക്കിൾ 4 ഇതിന് സഹായകരമായി. ഇതുപ്രകാരം ഇരു രാജ്യങ്ങളുടെയും ഇന്റലിജൻസ് സുരക്ഷാ സേവനങ്ങൾ വിവരങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സഹകരണം ഇറാനിന് യുദ്ധത്തിൽ വലിയ തന്ത്രപരമായ നേട്ടമാണ് നൽകിയത്. അമേരിക്കൻ പോർവിമാനങ്ങൾ ഇറാൻ തകർത്തതിന് പിന്നിലും റഷ്യൻ സഹായമുണ്ടെന്ന് സൂചനകളുണ്ട്. F-15E, സ്ട്രൈക്ക് ഈഗിൾ A-10, തണ്ടർബോൾട്ട് 2 എന്നീ വിമാനങ്ങളായിരുന്നു തകർന്നത്. ഇറാൻ പ്രതിരോധ സേനയ്ക്ക് ഇത്ര കൃത്യമായി അമേരിക്കൻ വിമാനങ്ങളെ തകർക്കാൻ സാധിച്ചത് റഷ്യയുടെ സഹായത്താൽ മാത്രമാണ് എന്ന ശക്തമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. റഷ്യ നിർമ്മിച്ച S-300, S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ ഉപയോഗിച്ചു. അമേരിക്കയുടെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയെപ്പോലും കണ്ടെത്താൻ ശേഷിയിലുള്ളത് ഈ റഷ്യൻ സംവിധാനങ്ങൾക്കാണ്. ആയുധങ്ങൾ നൽകുന്നതിലുപരി റഷ്യയുടെ സാറ്റലൈറ്റ് വിവരങ്ങളും ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യയും ഇറാൻ ഉപയോഗപ്പെടുത്തുന്നതായാണ് സൂചന. അമേരിക്കൻ വിമാനങ്ങളുടെ യാത്രാപഥം മുൻകൂട്ടി മനസ്സിലാക്കാനും അവയുടെ സിഗ്നൽ ജാം ചെയ്യാനും റഷ്യൻ ഉപഗ്രഹങ്ങൾ വഴി ഇറാന് നിർണായക വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ. റഷ്യ നേരിട്ട് യുദ്ധരംഗത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇറാനെ പിന്തുണയ്ക്കുന്ന ഈ ബാക്ക്ഡോർ സഹായം അമേരിക്കൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ മധ്യസ്ഥതയിൽ US ഇറാൻ ചർച്ചയുണ്ടാകുമോ എന്നും കണ്ടറിയേണ്ടതാണ്. മലയാളി വാർത്ത, ഇൻസൈറ്റ്.